ദൈവനാമം അനുഗ്രഹിക്കപ്പെടട്ടെ. ഇന്നലെ കുറച്ച് നാൾ കൂടി ഉള്ളൂർ പള്ളിയിൽ പോയി. അവിടുത്തെ പ്രസംഗം ഒരു ഫസ്റ്റ് ഇയർ തിയോളജി പഠിക്കുന്ന ഒരു കൊച്ചു പയ്യൻ ജിബിൻ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു എന്തെങ്കിലുമൊക്കെ പ്രോബ്ലം കാണും, അവൻ തട്ടി തടവി എന്തെങ്കിലും പറയുന്നു. പക്ഷേ അവൻ്റെ പ്രസംഗ രീതി കേട്ടപ്പോൾ അവന് മൈക്ക് ടെസ്റ്റ് ചെയ്യേണ്ട പോലും ആവശ്യമില്ല. അവനത് നേരത്തെ ചെയ്തു വെച്ചിരിക്കുക. ഇന്നത്തെ കാലത്തെ ചെറുപ്പക്കാർ ജോലി നോക്കുന്നവരൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ആ പോയിൻ്റല്ല ഞാൻ ഇവിടെ പറയാൻ വരുന്നത്. അവന് ഇന്നലെ വായിച്ച പാസേജിൻ്റെ ഒരു ക്രാക്സ് എടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യാം. അവന് ഇപ്പം ഞങ്ങളുടെ പള്ളിയിലെന്ന് പറഞ്ഞാൽ ഫ്രണ്ടിൽ കുറേ കൊച്ചു പിള്ളേരായിരിക്കുന്നത്, സൺഡേ സ്കൂൾ പിള്ളേർ. അപ്പോൾ അവരോടായിട്ടൊരു ചോദ്യം ചോദിച്ചാൽ, നിങ്ങളുടെ ടീച്ചർ വഴക്ക് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ? അപ്പോൾ അവർ പറഞ്ഞില്ല. അപ്പം തന്നെ പുള്ളി ഒരു സൈഡ് കയ്യിലെടുത്തു കഴിഞ്ഞു. ഇൻട്രാക്റ്റീവ് സെഷൻ്റെ ഇമ്പോർട്ടൻസ്. ഞാനൊരു മാനേജ്മെൻറ്റ് കൈയാണ്. ഞാനിങ്ങനെ ആലോചിക്കണേ എത്ര എഫക്റ്റീവായിട്ടാണ് കൊച്ചു പയ്യൻ, അവൻ്റെ ഏജ് ഹാർഡ്ലി 20 years. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ പ്രായമുള്ളവരോടാണ്. നിങ്ങൾ ജോലി ചെയ്യുമ്പോൾ നിങ്ങളോട് ചെയ്തത് കൊള്ളത്തില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ? ആരും വേണ്ടിയില്ല. പ്രായമുള്ളവരെ വെച്ചിവിടെ പറയാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടല്ലോ. പക്ഷേ ഞാൻ അവിടെ നിന്ന് അറിയാതെ പറഞ്ഞു എനിക്ക് ഇഷ്ടപ്പെടത്തില്ല എന്ന് ഞാൻ പറഞ്ഞു പോയി. ഞാൻ പറഞ്ഞത് പുള്ളി കേട്ടോ ഇല്ല അതറിയത്തില്ല. എന്തായാലും വേറെ 1-2 പേരും പറഞ്ഞു കാണണം. ഈ തൊലിക്കെട്ടിയുള്ള ചുരുക്കം ആളുകളല്ലേ ഉള്ളൂ. എന്തായാലും പുള്ളി കണ്ടിന്യൂ ചെയ്ത് പറഞ്ഞു, അപ്പം നിങ്ങൾ നല്ലതായിട്ട് ചെയ്തിട്ട് പിന്നെയും നിങ്ങളെ വഴക്ക് പറയണമെങ്കിൽ ഇഷ്ടപ്പെടുമോ? അപ്പം കുറച്ചുകൂടെ സൗണ്ട് അവിടെ നിന്ന് ഇവിടുന്ന് എല്ലാം വന്നു. ഇല്ല. അപ്പം പറഞ്ഞു ഈ പാസേജ്, ഇന്ന് അച്ഛൻ വായിച്ച പാസേജ് എന്താണ് ഡെപ്പിക്റ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചു. അത് അതിൻ്റെ കറക്റ്റ് വേർഡ്സ് ഒന്നും എനിക്കറിയത്തില്ല, സോറി, ഞാനത് നോട്ട് ചെയ്ത് വെച്ചുമില്ല. ഞാൻ പ്രതീക്ഷിച്ചില്ല അത്രയും നല്ലൊരു പ്രസംഗം ആവുമെന്ന് പോലും. അപ്പോൾ അതിനകത്ത് പറയുന്നത് യേശു തമ്പുരാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ശിഷ്യൻ ആരായിരുന്നു? 12 ശിഷ്യന്മാരുള്ളതിൽ ഏറ്റവും ഇഷ്ടമുണ്ട് അന്ന് ആരെയായിരുന്നു അറിയാമോ? പത്രോസിനെയാണെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പം പത്രോസിനോട് പറയുന്നുണ്ട്, ഇല്ലയോ 3 പ്രാവശ്യം നീ എന്നെ തള്ളിപ്പറയും എന്ന് പറഞ്ഞ. അപ്പോൾ ഇല്ല കർത്താവേ, ചെയ്യത്തില്ല എന്ന് പറഞ്ഞു. അപ്പം ഇത് സത്യം എന്താണെന്ന് നമുക്കറിയാമല്ലോ. ഇതിന് ശേഷം യേശു വന്നിട്ട് കാണുമ്പോഴത്തേനും പത്രോസിനെ കെട്ടിപ്പിടിച്ചിട്ട് എൻ്റെ പ്രിയങ്കരനായ പത്രോസ് എന്നാണ് വിളി. ആ ഒരു മെസ്സേജാണ് കൺവേ ചെയ്യുന്നത്. നമുക്ക് ഇഷ്ടമില്ലാത്ത രീതിയിൽ പല കാര്യങ്ങളും വരും. പക്ഷെ അതുകൊണ്ട് അവൻ എന്നോട് ഇത് ചെയ്തു, എന്നാലും അവൻ ഇത്രയും പൈസ ഞാൻ കൊടുത്ത്, അവൻ എന്തെല്ലാം ഞാൻ സഹായിച്ചു, എന്നിട്ട് അവൻ എന്നോട് ഒരു നന്ദി പോലും ഉണ്ടായില്ല. അത് നമ്മൾ പറഞ്ഞു പോകും. നമ്മൾ മനുഷ്യരാണ്, അല്ലെങ്കിൽ പിന്നെ നമ്മൾ യേശുവായി പോകും. പക്ഷേ യേശുവിലേക്ക് അടുക്കാനുള്ള മാർഗമായിരിക്കണം നമ്മുടെ പ്രാർത്ഥനകൾ കേട്ടോ. അതിലേക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ യേശു എന്ന് പറഞ്ഞാൽ വിത്തൗട്ട് എനിത്തിങ് എക്സ്പെക്റ്റഡ് ശിഷ്യന്മാരെ സ്നേഹിച്ചു. അതുപോലെ നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ടവരെ സ്നേഹിക്കാം. ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഒരു നല്ല ദിവസം, ഒരു നല്ല ആഴ്ച ആശംസിക്കുന്നു. എല്ലാം നന്മയ്ക്കായി കൂടി വരട്ടെ. ഗോഡ് ബ്ലസ്.